ഓസ്ട്രേലിയൻ ബീഫ് കർഷകർക്ക് പ്രഹരമേൽപ്പിച്ച് ചൈനയുടെ ഇറക്കുമതി തീരുവ വർധന. ഇനി മുതൽ നിശ്ചയപരിധിക്ക് പുറത്തുള്ള ബീഫ് ഇറക്കുമതിക്ക് ചൈനയിൽ 55% അധിക നികുതി നൽകേണ്ടി വരും. ചൈനയുടെ ആഭ്യന്തര ഉപയോഗത്തിന്റെ 8% ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ട്. 2026 മുതൽ ബീഫിന് കൂടിയ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി ചൈന. ബീഫ് ഇറക്കുമതിക്ക് ചൈന പുതിയ പരിധി നിശ്ചയിച്ചതുമൂലം ഓസ്ട്രേലിയൻ ബീഫ് കർഷകർക്ക് വർഷത്തിൽ കുറഞ്ഞത് $1 ബില്യൺ നഷ്ടമാണ് കണക്കാക്കുന്നത്. അമേരിക്ക വൻതോതിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ബീഫ് ചൈനയിൽ ഇറക്കുമതി ചെയ്തതിനെ തുടർന്ന് ചൈനയിലെ ആഭ്യന്തര ബീഫ് കർഷകർക്ക് വൻ തിരിച്ചടി നേരിട്ടിരുന്നു. പ്രതിസന്ധിയിലായ ചൈനയിലെ ആഭ്യന്തര ബീഫ് വിപണിയെ കരകയറ്റുന്നതിനായാണ് പുതിയ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പരിധിയും തീരുവയും ഓസ്ട്രേലിയയെ മാത്രമല്ല അമേരിക്ക, അർജന്റീന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെ ബീഫ് കയറ്റുമതിയെയും ബാധിക്കുമെന്നും ഓസ്ട്രേലിയയ്ക്ക് ഏർപ്പെടുത്തിയ പരിധി ഇല്ലാതാക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി അറിയിച്ചു. ചൈന തീരുവ കൂട്ടിയത് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ബീഫ് കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രധാനമന്ത്രി ആൽബനീസി തന്റെ ചൈന പ്രധാനമന്ത്രിയുമായുള്ള സൗഹൃദം ഉപയോഗപ്പെടുത്തി ഓസ്ട്രേലിയയെ തീരുവയിൽ നിന്ന് ഒഴിവാക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് സൂസൻ ലീ ആവശ്യപ്പെട്ടു. അതേസമയം ചൈനയുടെ ഈ പ്രവൃത്തി മൂലം ഓസ്ട്രേലിയയിലെ ആഭ്യന്തര വിപണിയിലെ ബീഫിന്റെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഉപഭോക്താക്കൾ. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി ക്രിസ്റ്റീന ബെന്നി.